ഇവിടെ ഒരാളുടെ ഒറ്റക്കാലി തപസ് തീർന്നില്ലേ ഇതുവരെ? അതെ, നിങ്ങൾ അമ്പലത്തിൽ പോയി വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. കറണ്ട് അടിച്ച പോലൊരു മട്ടാണല്ലോ. എന്ത് പറ്റി നിങ്ങക്ക്? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിലേ ആ ഊഞ്ഞലിലെടുത്ത് കുറച്ച് തുണി ഉണക്കാനിട്ടിട്ടുണ്ട്. എനിക്ക് നടുവേന കാരണം ആ പടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒന്ന് പോയി എടുത്തോണ്ട് വന്നേ, കാണട്ടെ ഞാൻ. ഇതെന്തൊരു നിപ്പാ ഇത്? ഇത് കണ്ടിട്ട് എനിക്കും ആദ്യ കയറുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പോയി നിങ്ങൾ ആ തുണി എടുത്തോണ്ട് വന്നേ. ചെല്ലങ്ങോട്ടോ. നീ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിനാ സരോജ. എവിടെയെങ്കിലും ഒരു 2 മിനിറ്റ് ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കില്ലല്ലോ. എപ്പോഴും തുണി, പാത്രം, അരി, പഞ്ചസാര, തേയില, ഉപ്പ് എന്നൊക്കെ പറഞ്ഞ് ചലച്ചോണ്ടിരിക്കും. കഷ്ടമാണ്. അയ്യോ, എന്തോന്ന് കഷ്ടം. എന്നാ പിന്നെ ചന്ദ്രനിൽ ആരാണ് ആദ്യം കാലുകുത്തിയെന്നും ഭൂമി സൂര്യനെ എത്ര പ്രാവശ്യം ചുറ്റുമെന്നും 18ാം നൂറ്റാണ്ടിൽ എന്തൊക്കെ നടന്നെന്നും ലോക മഹാത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞോണ്ടിരിക്കാം. അപ്പൊ ഒരു കുഴപ്പമുണ്ട്. കയ്യും കഴുകി പാത്രത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴേ അതിലൊന്നും കാണില്ല, ശൂന്യായിരിക്കും. അത്രേ ഉള്ളൂ. ആ പെണ്ണിന് ചില പരിക്കുകൾ പറ്റുമ്പോഴേ അവരത് മനസ്സിലാക്കും. അന്ന് ഈ സുദർശന്റെ കണ്ണീന്ന് രക്തം വരും, രക്തം. അച്ഛാ, അച്ഛാ, അച്ഛനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നെ? ആ, തുണിയെടുക്കാൻ വന്നതാണല്ലേ. അതിന് അച്ഛന്റെ ഈ പൊന്നു മോള് വന്നിട്ട് എടുക്കുമായിരുന്നല്ലോ. അല്ല, ഒന്നാലോചിച്ചാ ഇപ്പഴേ എടുത്ത് ശീലിക്കുന്നത് നല്ലതാ. ഇനി കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ, ലണ്ടനിൽ പോവല്ലേ. അച്ഛാ, സത്യത്തിൽ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടോ ഞാനിങ്ങനെ ലണ്ടനിലൊക്കെ പോകുന്നു? ഇതാ പറയുന്നത്, ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നമുക്കുള്ള കണക്കുകൾ അറിയാൻ പറ്റില്ലെന്ന്. എന്തായാലും ആ കണക്കുകൾ എനിക്ക് ലാഭ. ഐ എം സോ ഹാപ്പി. ഓക്കെ ഓക്കെ, റിലാക്സ്. നോക്കൂ സാന്ദ്ര മാഡം, മാഡത്തിന്റെ ഉള്ളിൽ തിളച്ചു പൊങ്ങുന്ന ലാവയുടെ ചൂട് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. തൽക്കാലം അത് വിഴുങ്ങി നിൽക്കുകയേ നിവർത്തിയുള്ളൂ. പക്ഷേ ഞാനൊരു വാക്ക് ഇപ്പോഴേ പറയാം. ഇതുപോലെ ആളുകളെ സംഘടിപ്പിക്കുകയല്ല എന്റെ ഒരു രീതി. അതിന് മറ്റു ചില വകുപ്പുകളുണ്ട്, യുദ്ധതന്ത്രങ്ങൾ. അതുപയോഗിച്ച് ഞാൻ ചിലത് ചെയ്യാൻ ശ്രമിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കല്ലേ? ശരി. അതെ, വീട്ടിൽ അറിയാതെയാ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നത്. നീ ഇനി അമ്മയെ വിളിച്ച് സംസാരിക്കുമ്പോ ഇതൊന്നും പറഞ്ഞു കളയരുത്. ശരി, ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം. നീ അറിഞ്ഞോ, ഞാൻ ഇന്നു മുതൽ രഹസ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. എന്റെ ഫ്രണ്ടിലെ രഹന ഫാത്തിമയുടെ ബാപ്പയ്ക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്. നിനക്കും വേണമെങ്കിൽ വരാം. ലണ്ടനിലൊക്കെ പോയിട്ട് വരുമ്പോ രവിവർമ്മൻ സാറ് നിനക്ക് കാറ് വല്ലതും എടുത്തു തന്നാലോ? എന്റെ കൃഷ്ണ, ഞാൻ ലണ്ടനിലേക്ക് പോകുന്നില്ല, അത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തെന്നോ? എന്താ നീ പറയുന്നേ? പരീക്ഷ എടുത്തില്ലേ, അതുകൊണ്ട് പോണ്ടെന്ന് അച്ഛൻ പറയുന്നു. അതിന് സപ്ലിമെന്ററി എക്സാം എഴുതിയ പോരെ? ഞാൻ അങ്കിളിനോട് പറയാം. വേണ്ട കൃഷ്ണ, അച്ഛൻ എന്നോട് നിർബന്ധിച്ചു പറഞ്ഞു. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇന്ന് ഓഫീസിൽ അച്ഛനും എന്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ ചെല്ലുന്നില്ല എന്നുള്ള കാര്യം രവിവർമ്മൻ സാറിനോട് നേരിട്ട് പറയാം. അച്ഛനിപ്പ വരും, ഞാൻ പോട്ടെ.
ഓട്ടോയ്ക്ക് കൊടുക്കാൻ ഒരു 40 രൂപ ചില്ലറ ഉണ്ടേത്താ. ആ ആ അതെ ശ്രീടച്ച, രവിവർമ്മ സാറിന്റെ അടുത്ത് മോള് ലണ്ടനിലേക്ക് വരുന്നില്ല എന്ന് പറയാനാണോ നിങ്ങൾ ഈ പോകുന്നത്? ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ലേടി. ആദ്യം സാറിനെ ഒന്ന് കാണണം, ഈ വിഷയം സംസാരിക്കണം. നമ്മുടെ മോളുടെ ഭാവി ഒരു ഇതല്ലേ. ആ അവിടെ എത്താൻ കുറച്ചുകൂടി സമയമുണ്ടല്ലോ. അതിനിടയിൽ ഒരു തീരുമാനത്തിലെത്താം. എന്റെ കരിക്കൊത്തിയമ്മേ, എല്ലാം നീ തന്നെ നോക്കിക്കൊള്ളണേ. എന്താ ചോദിച്ച? മോന്റെ കല്യാണക്കാര്യോ? ഓഹോ, അതിന്റെ കാര്യമൊന്നും പറയണ്ട. കുറച്ചുനാള് മുമ്പ് ഒരു അത്തപ്പാടി കുടുംബത്തിൽ നിന്ന് പെണ്ണ് കണ്ടതാ. ആലോചന മുറുകിയപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത്. അതൊരു തറ ഫാമിലിയാണെന്നേ. വീട്ടിൽ കയറ്റം കൊള്ളില്ല, അത്രയ്ക്ക് മോശം. നമ്മളത് അപ്പ തന്നെ എടുത്ത് തോട്ടിക്കളഞ്ഞു. അതെ അതെ, നമുക്ക് ഏതെങ്കിലും നല്ലൊരു വീട്ടിൽ നിന്ന് ചിക്കിലേക്കുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് മതി. ഉണ്ടെന്നോ? കേക്കാൻ വയ്യ, റേഞ്ച് ഇല്ലേ അവിടെ? ആ ഇപ്പൊ കേക്കാം, പറഞ്ഞോ. നീലഗിരിയിൽ എസ്റ്റേറ്റോ? 1000 ഏക്കറോ? ഒറ്റ മോളോ? അത് കേട്ടിട്ട് മോശമില്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തോ, ഞാൻ അടുത്ത ആഴ്ച പോയി കണ്ടോളാം. ചേട്ടാ, ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട. ഇവിടെയുള്ള എല്ലാവർക്കും കൂടി പോയി ഓഫീസിന്റെ മുന്നിൽ പോയി സമരം ചെയ്യണം. അതേ നടക്കൂ. അതെ അതെ, പപ്പി ചേച്ചി പറഞ്ഞതാ അതിന്റെ ശരി. ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. വല്ല പകർച്ചവ്യാധി വരും മുമ്പേ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതാണ്. അതിനാ ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി സമരം ചെയ്യാന്ന്. സരോജൻ ചേച്ചി എന്ത് പറയുന്നു? നമുക്ക് സമരം തുടങ്ങണ്ടേ? വെറുതെ ഇങ്ങനെ തല കുലിക്കാ പോരാന്ന് ചേച്ചി പറ. ചേച്ചിയാണ് നമ്മുടെ നേതാവിപ്പോ. ഞാനോ? എനിക്ക് വയ്യ നേതാവാകാനൊന്നും. അത് പറ്റില്ല, സരോജൻ ചേച്ചി മതി. അതെ, സരോജൻ ചേച്ചി മതി. സരോജൻ ചേച്ചി ആവുമ്പോ നീറിനെ പോലെ നിൽക്കും. അത് ഞങ്ങൾ തീരുമാനിച്ചു. സരോജൻ ചേച്ചിയാണ് നമ്മുടെ നേതാവ്. അങ്ങനെ പെണ്ണുങ്ങൾ മാത്രം സമരത്തിന് പോയാൽ പറ്റില്ല, ഞങ്ങളും ഉണ്ട് കൂടെ. അതെ, പക്ഷെ നേതാവായിട്ട് സരോജം മതി. അതെ, ഞാനും അതുപോലെ തന്നെ കരുതുന്നത്. പക്ഷെ ഞാൻ ശ്രീലക്ഷ്മിക്ക് ജോലി നൽകിയെന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. ഈ ജോലി ശ്രീലക്ഷ്മി നേടിയെടുത്തു എന്ന് വേണം പറയാൻ. അതാണ് അതിന്റെ വാസ്തവം. അത് സാറിന്റെ വലിയ വാക്ക്. പക്ഷേ ഞങ്ങൾക്ക് നേരെ തിരിച്ചു ചിന്തിക്കാനാണ് സാർ ഇഷ്ടം. സാർ എത്രയോ വലിയ മനുഷ്യൻ, എന്നിട്ടും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരോട് എത്ര മാന്യമായിട്ടാണ് പെരുമാറുന്നത്. സത്യം പറയാലോ സാർ, എന്റെ ജീവിതത്തിൽ സാറിനെ പോലെ വലിയൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേയില്ല. അതിന്റെ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാനാണ് ഞാനിപ്പോ വന്നത്. അടുപ്പമുള്ളതിന്റെ ഒരു സ്വാതന്ത്ര്യം വച്ച്. പിന്നെന്താ, എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പറഞ്ഞോളൂ. ശ്രീലക്ഷ്മിയോട് പുറത്തേക്കാൻ പറയണോ? ഏയ് വേണ്ട സാർ, അവളിവിടെ നിൽക്കട്ടെ. അവളെ മറിച്ചിട്ട് ഒന്നും പറയാനോ ചെയ്യാനോ ഈ സുദർശനില്ല. ഓക്കെ. പിന്നെ സാറ് മുൻപൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇവള് ഇപ്പോഴും ഈ ഓഫീസിലെ മിടുക്കിയായ ഒരു ജോലിക്കാരിയാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അത്
ശ്രീലക്ഷ്മിയുടെ കഴിവും ആത്മാർത്ഥതയും കഠിനാധ്വാനം കൊണ്ട് കിട്ടിയ നേട്ടമാണ്. ഇപ്പൊ തന്നെ ആ കഴിവ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ലണ്ടനിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനും ശ്രീലക്ഷ്മിക്ക് അവസരം ലഭിച്ചത്. അയ്യോ, എന്തുപറ്റി? ശ്രീലക്ഷ്മി, കുറച്ച് വെള്ളം എടുക്കും. അയ്യോ, ഓക്കെ, വേഗം. അയ്യോ, ഓക്കെ, വെള്ളം കുടിക്കൂ. താങ്ക് യു സാർ. സാറ് പറഞ്ഞ സത്യ. മോൾക്ക് ഇത്രയും വലിയൊരു അവസരം കിട്ടുന്നത് ഭാഗ്യം തന്നെയാ. പിന്നെ അതിൽ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷം. പക്ഷേ അവളുടെ ഈ ലണ്ടൻ യാത്രയിൽ എനിക്ക് താല്പര്യമില്ല സാർ. എന്റെ മോള് വരില്ല സാറിനോടൊപ്പം ലണ്ടനിലേക്ക്. ഇങ്ങനെ പഠിപ്പിക്കൊന്നും വേണ്ട, ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴേ സാന്ദ്ര മേഡത്തിന് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഹോട്ട് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ സുദർശൻ ഫ്രം നീരേറ്റ് കോളനി വന്നിട്ടുണ്ട് മിസ്റ്റർ രവിചന്ദ്രവർമ്മനെ കാണാൻ. മിസ്റ്റർ സുദർശനോ? യു മീൻ ആ ശ്രീലക്ഷ്മിയുടെ ഫാദർ? യെസ്, അത് തന്നെ. അന്ന് നമ്മുടെ ഫംഗ്ഷന് കള്ളടിച്ച് സാരിയും ചുറ്റി ഡാൻസ് കളിച്ചില്ലേ, ദ സെയിം ഓൾഡ് മാൻ. ബട്ട് വൈ? അയാൾ എന്തിനാ സാറിനെ കാണുന്നത്? കൃത്യമായി പറയാൻ പറ്റില്ല, എന്നാലും ടിയാന്റെ കണ്ണിൽ ചെറിയൊരു കരട് വീണോ എന്നൊരു സംശയം. സോറി, കണ്ണിലല്ല, മനസ്സിൽ. ആളിപ്പോ രവിവർമ്മൻ സാറിനോടൊപ്പം ചേംബറിൽ ചതുരമേശ സമ്മേളനത്തില്. കൂടെ ശ്രീലക്ഷ്മി മാഡം ഉണ്ട്. ലണ്ടനിൽ പോകുന്ന കാര്യമാണോ സബ്ജക്ട്? യെസ്. പക്ഷെ നമ്മുടെ സുദർശനൻ ചേട്ടൻ ആ സബ്ജക്ട് അപ്രൂവ് ചെയ്യുമോ റിജക്ട് ചെയ്യുമോ എന്നാണ് സംശയം. റിജക്ട് ചെയ്യാനോ? അവരെ പോലെ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നവർക്കൊക്കെ ഫ്ലൈറ്റിൽ കയറി ലണ്ടനിൽ പോവാന്ന് പറഞ്ഞ ഒരു സ്വപ്ന സാക്ഷാത്കാരം അല്ലേ രാജറാം സർ? അതെങ്ങനെ റിജക്ട് ചെയ്യും? പറയാൻ പറ്റില്ല. ഈ ഇടത്തരക്കാർക്കൊരു കുഴപ്പമുണ്ട് മാഡം. ഇരന്ന് തിന്നാൻ പോലും കഴിവില്ലെങ്കിലും പോക്കറ്റിൽ ഒരു നാറിയ സാധനം കൊണ്ട് നടക്കും, ഇടയ്ക്കിടയ്ക്കെടുത്ത് തലയെ കെട്ടാൻ. വലിയൊരു അവസരം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശ്രീയുടെ അച്ഛനായിട്ട് തന്നെ അത് മുടക്കി. സരോജൻ ചേച്ചി, സരോജൻ ചേച്ചി. ആ ശരി ശരി, നിങ്ങൾ വീട്ടിലേക്ക് വരികയല്ലേ, വന്നിട്ട് സംസാരിക്കാം. ശരി, നീ വെച്ചോ. എന്താ സരോജൻ ചേച്ചി, കോർപ്പറേഷൻ ഓഫീസിൽ പോണ്ടേ? മോള് ലണ്ടനിൽ പോകുന്ന ത്രില്ലില് അക്കാര്യം മറന്നല്ലേ? അയ്യോ, മറന്നിട്ടൊന്നുമില്ല, ഇപ്പൊ തന്നെ പോകാം. ഞാനേ ഈ സാരി ഒന്ന് മാറി റെഡി ആയാ മതി. ഞാൻ പറഞ്ഞില്ലേ ഓപ്പി, സരോജമ്മ അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ആളല്ലെന്ന്. കണ്ടില്ലേ ആ മുഖത്തെ ആവേശം? അതെ, നമ്മുടെ ഈ കോർപ്പറേഷന്റെ വിഷയത്തില് സരോജമ്മയാണ് ഇനി നമ്മുടെ നേതാവ്. എല്ലാവരും ഒരു കൈയ്യടി കൊടുത്തേ. ആത്മഹത്യക്ക് ഉദ്ദേശമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, പെട്ടെന്ന് ഓഫീസ് ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് വെറുതെ ചോദിച്ചതാ. അല്ല, എന്ത് പറ്റി രവിവർമ്മ സാറിനിപ്പോ? വളരെ ഡള്ളായിരിക്കുന്നല്ലോ. രാവിലെ വളരെ ജോളിയായിരുന്നു, അതിനിടയിൽ എന്തു പറ്റി? ഒന്നുമില്ല, നിനക്ക് പോവാം. പോകുന്നതൊക്കെ പിന്നെ, ആദ്യം നീ എന്ത് പറ്റിയെന്ന് പറ രവി. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ പിന്നെ എന്തിനാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ശരി 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 ശരി, കൂടുതൽ കടുപ്പിക്കണ്ട. ശ്രീലക്ഷ്മി നിന്നോടൊപ്പം ലണ്ടനിലേക്ക് വരാത്തതാണ് നിന്റെ പ്രശ്നം. മിസ്റ്റർ സുദർശനൻ ഉഗ്രൻ ഒരു പണിമണിഞ്ഞു. അതോടെ നിന്റെ സ്വപ്നങ്ങളെല്ലാം ചിറകൊടിഞ്ഞു താഴെ വീണു. അതാണ് സംഭവം. നീ ആ പാവം മനുഷ്യനെ പഴിചാറണ്ട.
എനിക്ക് പാരമണിത് സുദർശൻ ചേട്ടനല്ല, സാക്ഷാൽ രാജാതിരാജ രാജാറാം തിരുമൻ സാർ. യുവർ സെൽഫ്. നിന്നെ പാസ്പോർട്ടിന്റെ ഡോക്യുമെന്റ്സ് എടുക്കാൻ പറഞ്ഞിട്ടപ്പോ ഞാൻ ഉദ്ദേശിച്ചില്ല നീ പോയതൊരു 916 പാരയുമായിട്ടാണ്. ഞാൻ പോയത് 916 പാരായിട്ടാണെങ്കിലും 22 കാരറ്റ് പാരായിട്ടാണെങ്കിലും ശരി, എല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയിട്ടായിരുന്നു. എനിക്കതിൽ ഒരു പേഴ്സണൽ താല്പര്യങ്ങളും ഇല്ല. അറിയാം, മനസ്സിലായി. ക്ലോസ് ഫ്രണ്ട് അല്ലേ, നീ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും ചെയ്ത ഉപകാരത്തിന് വാ, അവിടെ മാതളത്തിന്റെ തണുത്ത ജ്യൂസ് ഇരിപ്പുണ്ട്, കുടിക്കാം. നന്നായിട്ട് പണിയെടുത്തതല്ലേ? ഓ സോറി, പണി തന്നതല്ലേ? നല്ല ക്ഷീണം കാണും. വാ. അതെ, നീ തന്നെ ചൂടാക്കി കുടിച്ചാ മതി. ചമ്മല് മാറാൻ ചൂട് മാതള ജ്യൂസ് ബെസ്റ്റ് സാധനമാണ്. ഓഫീസർ മാഡത്തിനെ ഒന്ന് കാണണം. മാഡത്തിന് ഇപ്പൊ കാണാൻ പറ്റില്ല, മാഡം ബിസിയാ. അവരവിടെ ഫോണിൽ കളിച്ചിരിച്ച് വെറുതെ ഇരിക്കല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മാഡം ബിസിയാണെന്ന് പറയുന്നതിനെ തനിക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? ബിസി പോലും ബിസി. അങ്ങോട്ട് മാറി നിൽക്കണോ? നിങ്ങൾ വാ, അങ്ങോട്ട് പോ, പെട്ടെന്ന് പോ. മാഡം മാഡം ഇവരെന്നെയും തള്ളി മാറ്റി അകത്തേക്ക് കയറി വന്നതാ, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ കാര്യം? ഒരു 2 പേര് നിന്നിട്ട് ബാക്കിയുള്ളവർ പുറത്തിറങ്ങി നിൽക്കണം. ഇതെന്താ മാർക്കറ്റാണോ ഇങ്ങനെ ഇടിച്ചു കയറി കൂട്ടമായിട്ട് വരാൻ? ഇതേ വേറെ 2 പേരുടെ പ്രശ്നമല്ല, ഞങ്ങൾ എല്ലാവരുടെയും പ്രശ്നമാണ്. അതാണ് ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കാൻ ഇപ്പൊ വന്നത്. മാഡത്തിന് എന്നെ ഓർമ്മ കാണും. കഴിഞ്ഞ ആഴ്ച ഒരു പരാതിയും കൊണ്ട് വന്നതാ ഞാൻ. അതിന്റെ കോപ്പിയാ ഇത്. ഓ, ഈ കേസോ? ഈ പരാതി കിട്ടിയ ശേഷം നമ്മൾ അവിടെ തൊഴിലാളികളെ അയച്ചതാണല്ലോ. പക്ഷെ അവരവിടെ വേസ്റ്റ് നീക്കം ചെയ്യാൻ വന്നപ്പോ നിങ്ങളിൽ ആരോ ഒരാള് ജോലി തടസ്സപ്പെടുത്തി. അതാ അവര് മതിയാക്കി പോന്നത്. ഈ സംഭവം അപ്പൊ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും പിടിച്ചകത്തിടുമായിരുന്നു. അതെവിടുത്തെ ഏർപ്പാടാ മേഡം? പരാതി ബോധിപ്പിക്കാൻ വരുന്നവരെ പിടിച്ചകത്തിടുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എങ്കിലും അതൊന്ന് കാണണമല്ലോ. എല്ലാം കുത്തിരിക്കണം അവിടെ. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. അയ്യോ, അതൊന്നും വേണ്ട, ഒന്നും മിണ്ടാതിരിക്കേ. നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. എന്തോ സംസാരം? സരോജ ചേച്ചി അവിടെ ചുമ്മാ ഇരിക്കും. അതെ, നമ്മളും ഇന്ത്യൻ പൗരന്മാരാ. നമ്മളവിടെ മാലിന്യം ഇടും, അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാ. ആ ഉത്തരവാദിത്വം ചെയ്തില്ലെങ്കിൽ അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതിനാ ഞങ്ങളിപ്പോ വന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. അതെ, ഇവിടുത്തെ തൊഴിലാളികളും സമരത്തിലാണ്. എന്നിട്ട് 3-4 പേരെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്താൽ നിങ്ങളുടെ കോളനിയിലേക്ക് അയച്ചത്. പക്ഷെ നിങ്ങളിൽ ആരോ ഒരാൾ അവരെ വിരട്ടി വിട്ടു. അതാണ് അവര് പണി ചെയ്യാതെ വന്നത്. അതൊന്നും അല്ല സത്യം. നിങ്ങൾ അയച്ച ആൾക്കാർ ശരിയല്ല. അഥവാ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ കളഞ്ഞിട്ട് പോകാനാണോ മാസം ശമ്പളം വാങ്ങുന്നത്? മാലിന്യം നീക്കം ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടിയല്ലേ? മാഡം, ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ മാലിന്യം നീക്കാൻ ആളെ വിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സരോജ അമ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം തുടങ്ങും. ഇപ്പൊ തന്നെ. അതെ അതെ, സമരത്തിന് ഞങ്ങൾ വന്നത്. ഏയ് അല്ലല്ല, അത് പിന്നെ ആദ്യം സംസാരിച്ചു കഴിഞ്ഞിട്ട്. സരോജമ്മക്ക് സരോജമ്മ ഓഫീസ് മാഡം, സരോജമ്മ ഓഫീസ് മാഡം, ഓഫീസ് മാഡം, സരോജമ്മ സരോജമ്മ ഓഫീസ് മാഡം, ഓഫീസ് മാഡം, സരോജമ്മക്ക് സരോജമ്മക്ക് വിജയം വരെയും, വിജയം വരെയും, സരോജമ്മക്ക്. സൈലൻസ്, നിർത്ത്. ഇതൊരു ഓഫീസാണ്. ഇവിടെ ഇങ്ങനെ ബഹളം വെക്കാൻ പറ്റില്ല. നിയമങ്ങളുണ്ട് ഇവിടെ. ഇതെന്തോ നിയമ മാഡം? ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. സരോജൻ ചേച്ചി, ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ഇതിന് പിന്മാറാൻ പാടില്ല. ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. അല്ല, ഈ സമരം എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ അങ്ങനെയൊന്നും. സരോജമ്മക്ക് സരോജമ്മ ഓഫീസ് മാഡം, ഓഫീസ് മാഡം, വിജയം വരെയും. സരോജൻ നമ്മുടെ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. സരോജൻ നമ്മുടെ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ,
ലക്ഷം ലക്ഷം പിന്നാലെ വേണ്ട വേണ്ട സരോജ നമ്മുടെ നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ പപ്പിടി ചേട്ടാ വേണ്ട സരോജമ്മ ഓഫീസ് മാഡം ഓഫീസ് മാഡം. ഹലോ ഗുഡ് മോർണിംഗ് പോലീസ് സ്റ്റേഷൻ. ആ അനിയ ഞാനാടാ. ഒരു പ്രശ്നമുണ്ടല്ലോ ഇവിടെ. എന്ത് പ്രശ്നം ചേച്ചി പറ. എനിക്ക് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഒരു നോട്ടീസ് വന്നു. ആരോ എനിക്കെതിരെ മേലോഫീസിൽ പരാതി കൊടുത്തു. നമ്മൾ എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ട് കാര്യമില്ല. ഒരു 100 കേസ് വന്നാൽ 90 കേസും ശരിയാക്കി കൊടുക്കും. 10 കേസ് പല കാരണങ്ങളാൽ കുഴയും. അപ്പോഴാ അവർ നമുക്കെതിരെ തിരിയുന്നത്. ഏതായാലും അനിയൻ ഒരു കാര്യം ചെയ്യണം. എനിക്കെതിരെ പരാതി കൊടുത്തത് ആരാണെന്ന് അന്വേഷിക്കണം. ഇപ്പൊ തന്നെ. എന്താ നടക്കൂ? പിന്നെന്താ ചേച്ചി, ഒരു കാര്യം ചെയ്യും, അതിന്റെ ഒരു കോപ്പി എനിക്ക് അയച്ചതാ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആ ശരി ശരി, കോപ്പി അയച്ചു തരാം. ആ പിന്നെ കുറെ അലവലാദികൾ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ആവശ്യം വന്നാൽ ഞാൻ നിന്നെ വിളിക്കും. ശരി ചേച്ചി, വിളിക്കേ. ആ പെട്ടിയും പ്രമാണമൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. നിനക്ക് ഞാനൊരു സെൻഡ് ഓഫ് പാർട്ടി ഒരുക്കുന്നുണ്ട് ഉടൻ തന്നെ. ഇത് തീരെ ചെറുപ്പത്തിലെ ഫോട്ടോയാണല്ലോ. അവൻ തന്നെയാണെന്നതിന് എന്താ ഉറപ്പ്? മുഖത്തെ ചില ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ പണ്ടേ ഒരു ഫ്രോഡ് ലുക്കുണ്ട്. അതുകൊണ്ട് ഉറപ്പിക്കാം ഇതവൻ തന്നെ. രാജാറാം സർ, റിലാക്സ് രാജാറാം സർ, പ്ലീസ്. രാജാറാം സർ, കർച്ചീഫ് വാങ്ങിച്ചോളൂ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സരോജ നമ്മുടെ നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ സരോജ നമ്മുടെ നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ സരോജ നമ്മുടെ നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം. മതി, നിർത്ത്. മതി വിളിച്ചത്. പെർമിഷൻ ഇല്ലാതെ ഇവിടെ സമരം ചെയ്യാൻ പാടില്ല. ഇത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതൊരു പബ്ലിക് ഓഫീസാണ്. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്തുപോയി അധികൃതരോട് സംസാരിച്ചാൽ മതി. മുദ്രാവാക്യം വിളി വേണ്ട. അകത്തുപോയി സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നീതി കിട്ടാത്തോണ്ടാ സാറേ ഞങ്ങൾ ഇവിടെ സമരം നടത്തുന്നത്. സരോജമ്മേ, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ശരിയാവില്ല. നേതാവ് വേണം സംസാരിക്കാൻ. നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങളാണോ ഇവരുടെ നേതാവ്? ശോഭേ, ഇവരെ അങ്ങ് പൊക്കി ജീപ്പിലോട്ടിടും. നേതാക്കന്മാരുടെ സ്ഥാനം എപ്പോഴും ലോക്കപ്പില. എന്നെ ജീപ്പിലിടാനോ? അത് ഇവിടുത്തെ ന്യായം സാറേ. ന്യായമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ പോയി കേറ്. അയ്യോ പപ്പി, ഇങ്ങോട്ട് വാ. അല്ല സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ എന്നെ വിളിച്ചോണ്ട് പോവല്ലേ. അയ്യോ ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. അയ്യോ അയ്യോ, എന്നെ കൊണ്ടുപോവല്ലേ. കൊണ്ടുപോവല്ലേ സാറേ. സാറേ അവരോടൊന്നും പറ സാറേ. വിട് സാറേ. ചേച്ചി വിട്.
എന്നെ കൊണ്ടുപോവല്ല സാറേ. അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ സാറേ. കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഞാൻ 1 മുതൽ 3 വരെ എണ്ണും. അതിനുള്ളിൽ എല്ലാവരും സ്ഥലം വിട്ടിരിക്കണം. അല്ലെങ്കിൽ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത പോലെ എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് അഴിയണിക്കും ഞാൻ. അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. അയ്യോ ശ്രീടച്ച. 1 2 3 ത്രിവിക്രമൻ കാര്യം എന്താന്ന് വെച്ചാ പറയും. ഞാൻ ഗോഡൌണിൽ നിന്ന് തുണി എടുത്തോണ്ട് വരുന്ന വഴിയാ. കടയിൽ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാ. എന്നാൽ അവരിനി കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളെ പെണ്ണും പിള്ളെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയിരിക്കുക. എന്ത്? സരോജത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു? പിന്നല്ലാതെ കോർപ്പറേഷൻ ഓഫീസിന്റെ മുമ്പ് വന്ന അഭ്യാസം കാണിച്ച അവര് പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന് കരുതിയോ? ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ അഴിയെണ്ണുകയായിരിക്കും. ചെന്ന് നോക്ക്. ആ വനിതാ പോലീസുകാരെല്ലാം കൂടി ചേർന്ന് അടിച്ച് പല്ലളക്കുന്നത് നേരിട്ട് കാണാം. ഇതൊന്നും നോക്കിയേ. സർ ഇതെന്താണ് സർ? തുറന്നു നോക്കണോ, കാണാലോ. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ എനിക്ക്? ഇത് എനിക്കാണോ സർ? യെസ്, ജസ്റ്റ് ഫോർ യു. കരളൊഴുകുമൊരോളമായി കനവിലൊരു കുളിരായി